രേവതി നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ്. നിങ്ങളുടെ സ്വഭാവം നിങ്ങളെ ജെൻറ്റിലാണ്, കെയറിങ് ആണ്, നിങ്ങൾ കുറച്ച് സ്പിരിച്വലാണ്, നിങ്ങൾ കുറച്ച് ഭക്തിയുള്ളവരൊക്കെ ആയിരിക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പാഷനാണ്, നല്ല ഇൻറ്റ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒടുക്കത്തെ ക്ഷമയാണ്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്. അതുപോലെ നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസൈറ്റി വലിയ രീതിയിൽ വരാറില്ല. നിങ്ങൾക്ക് എപ്പോഴും സമാധാനത്തിലാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത്. അതെന്തായാലും നല്ലത് തന്നെയാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ റിലേഷൻഷിപ്പിലും ഫാമിലിയിലും നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. കരിയറിൽ വർക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. ചെറിയൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് നിങ്ങളൊക്കെ എന്തായാലും വേണ്ടി വന്നിട്ടുണ്ടാവും. അതെന്തായാലും ചെയ്തിട്ടും ഉണ്ടാവും. ഓവർ സെൻസിറ്റിവിറ്റി, ആങ്സൈറ്റി ഇതൊക്കെ പ്രോബ്ലം ആയിട്ടുണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നല്ല രീതിയിൽ തന്നെ ഒക്ടോബറിൽ വന്നിട്ടുണ്ട്. ഒക്ടോബറിൽ നിങ്ങൾ ഇമോഷണൽ ബാലൻസും പേഷ്യൻസും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കരിയർ പരമായിട്ട് എന്തായാലും റെക്കഗ്നിഷൻ എന്തായാലും കിട്ടും. അതുപോലെ ടീം വർക്കും ഉണ്ടെങ്കിൽ എന്തായാലും നവംബർ മാസത്തിൽ കുറച്ച് നല്ലത് തന്നെയായിരിക്കും. ബിസിനസ്സിൽ സ്റ്റഡി ആയിട്ട് ഗ്രോത്ത് ചെയ്യും. നല്ല വിശ്വാസമുള്ള പാർട്ട്ണറാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക, അല്ലാത്തപ്പോൾ മുന്നോട്ട് പോകരുത്. അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യുക. ഒരു പോസിറ്റീവ് ഔട്ട്കം എന്തായാലും ഉണ്ടാവും. സാമ്പത്തികപരമായിട്ട് ഇൻക്രീസ് തന്നെയാണ്. ആവശ്യമില്ലാത്ത ചിലവുകളൊന്നും നിങ്ങളങ്ങനെ വരുത്തി വെക്കാറുമില്ല. ലോങ് ടേം സ്റ്റെബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. സിംഗിൾ ആണെങ്കിൽ പുതിയ കണക്ഷൻ കിട്ടും, അല്ലെങ്കിൽ പഴയ ആൾക്കാർ നിങ്ങളെ റീകണക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. പ്രണയത്തിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, സ്ട്രെങ്ത്, ബോണ്ട് ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ്, സ്ട്രെങ്ത് ബോണ്ട് ഇതൊക്കെ എന്തായാലും ഉണ്ടാവും. ഓവർ സെൻസിറ്റീവ് ആവരുത്. അതുപോലെ മൂഡ് സ്വിങ്സ് എന്തായാലും മാനേജ് ചെയ്യണം. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി സപ്പോർട്ടൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. ഇമോഷണലി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക. സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും. ക്ഷമയും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടെങ്കിൽ ഇമോഷണൽ റിയാക്ഷനും കറക്റ്റ് ആയിരിക്കും. മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ ഇൻറ്റ്യൂഷനും എന്തായാലും ഹൈ ആവും. ഭക്തിമാർഗം കുറച്ച് കൂടാനും സാധ്യതയുണ്ട്. കാമായിരിക്കും, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. നിൻ്റെ ക്ഷമ നീ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്തായാലും നിനക്ക് സക്സസ് ഉണ്ടാക്കുകയുള്ളൂ. പെൻഡിങ് ആയിട്ടുള്ള പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഒരു അൺഎക്സ്പെക്റ്റഡ് ലാഭം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ വേണ്ട. ലോങ് ടേം പ്ലാനിങ് എന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും അമ്പലം വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ചെറിയ സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ ഒക്ടോബറിലുള്ള പോലെ തന്നെ നവംബറിൽ എന്തായാലും ഉണ്ടാവും. ഓവറോൾ നിങ്ങൾക്ക് ഗുഡ് തന്നെയായിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. മോർണിംഗ് വാക്ക് നിങ്ങൾക്ക് എന്തായാലും നല്ല ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നല്ല പേഷ്യൻസ് എപ്പോഴും കൊണ്ടുപോവുക. അതുപോലെ ഇമോഷണൽ ബാലൻസ്, സ്മാർട്ടായിട്ട് എഫേർട്ടൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സക്സസ് എന്തായാലും നവംബറിലും കാണാൻ കഴിയും.